ആദ്യകാലത്ത് വന്ന കുടിയേറ്റക്കാര് അല്ലെ, കുടിയേറ്റക്കാരാണ് നമ്മുടെ മൊത്തം മാറ്റിമറിച്ചത്. അപ്പൊ ആദ്യകാലത്ത് വന്ന കുടിയേറ്റക്കാരിൽ ആരൊക്കെയാണ് ഓർമ്മയുള്ളത്? അതൊക്കെ ഒരുപാട് ആൾക്കാർ ഓർമ്മയുണ്ട്. അവിടെ പിന്നെ പാലക്കയം പ്രദേശത്താണ് കൂടുതൽ. തച്ചമ്പാറുണ്ട്. പാലക്കയം പ്രദേശത്ത് നമ്മുടെ നരിമറ്റം കുഞ്ഞ്, ആവിയിൽ പിന്നെ ഏടാട്ടുകുന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫാമിലിയാണ്. അവരൊക്കെയാണ് നമ്മുടെ ഇവിടെ. നമ്മുടെ തനേഷിൻ്റെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, തിയേറ്ററൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു തച്ചമ്പാറ. തിയേറ്ററിന് പേര് അത് തന്നെയായിരുന്നല്ലോ, തനേഷ് തിയേറ്റർ. തനേഷ് തിയേറ്റർ തന്നെ. അത് ഒരു പ്രാവശ്യം കത്ത് അയാൾ വന്ന ഒരാളാണ്. അയാൾക്കും പാലക്കയത്ത് സ്ഥലമൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ പള്ളിവാതുക്കൽ, ഈ പറഞ്ഞ മാതിരി എടാട്ടുകുന്നിൽ, ആവിയിൽ, വേരിങ്കൽ തച്ചമ്പാറയാണ്. ഈ വേരിങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ആദ്യം വന്നിട്ട് ഇത് പുള്ളിയുടെ അപ്പോഴത്തെ നിലവിലുള്ള സ്ഥലം വെറും കാലി സ്ഥലമായിരുന്നു. അതൊക്കെ പ്ലാൻ ചെയ്യുകയാണ് ചെയ്തത്. നല്ലൊരു. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് റബ്ബർ കൃഷി തുടങ്ങിയത് ഒരുപക്ഷെ നമ്മുടെ രാജൻ ഡോക്ടറുടെ ജോർജ് ഏട്ടൻ. അല്ല, റബ്ബർ കൃഷി ചെയ്തത് ജോർജ് ഏട്ടനല്ല, അതിൻ്റെ മുമ്പ് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേരിങ്കൽ പുള്ളി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് റബ്ബർ ഈ പ്രദേശത്ത് ഉണ്ടാവും എന്ന് എല്ലാവരും ആദ്യകാലത്ത് എനിക്ക് തോന്നുന്നു കോട്ടയത്ത് നിന്നായിരിക്കുമല്ലേ? കോട്ടയം, ചങ്ങനാശ്ശേരി നമ്മുടെ സിറിലൊക്കെ ചങ്ങനാശ്ശേരിയാണ്. അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇവിടെ ഒരു കൾട്ടിവേറ്റഡ് ലാൻഡായി മാറ്റിയത് ഈ പറഞ്ഞ കുടിയേറ്റക്കാരോടുകൂടിയാണ്. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റും. ഈ കപ്പ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ ഇതാണ്. പക്ഷെ കപ്പയൊന്നും ഞങ്ങളുടെ കാലത്തുള്ള അവരൊന്നും കപ്പ ഇട്ടാൽ അത് കഴിക്കാൻ കഴിയില്ല. കാരണം കയ്പും പിന്നെ പച്ച ചൊയൊക്കെ കാണും. അതിന് ശേഷമാണ് വിത്തിന്റെ ഗുണമായിരിക്കാം. എന്തായാലും അത് വലിയൊരു മാറ്റം. ഈ കൃഷികള് നെല്ലൊഴിച്ച് ബാക്കി എല്ലാം അല്ലേ, കവുങ്ങ് തെങ്ങൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. തെങ്ങും ഒരു പ്രധാന വരവ് തന്നെയായിരുന്നു കൃഷിയിൽ. പിന്നെ അന്നൊക്കെ പിന്നെ വളമൊന്നും രാസവളങ്ങളൊന്നും ഉപയോഗിക്കാത്ത കാലമാണ്. കാരണം ഈ ഒരുപാട് കൃഷിയുള്ളവർക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അതിലൊക്കെ ഈ പച്ചയിലയും അതൊക്കെ ഉണ്ടാക്കി അതൊക്കെ വെട്ടിക്കൊണ്ടേയിട്ട് പിന്നെ അതിലിട്ട് കഴിഞ്ഞാൽ അതൊക്കെ വളമായി. അങ്ങനെ ഒരവസ്ഥയിലാണ് അന്ന് വളം ഉണ്ടായത്. ഇപ്പോൾ പിന്നെ രാസവളം ഉപയോഗിക്കാമല്ലോ. ഈ ഗോപിയുടെ ഓർമ്മയില് ആദ്യകാലം ഉണ്ടായിരുന്ന വ്യാപാര സ്ഥാപനങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? അതുണ്ട്. ഇപ്പൊ ഈ വീട് നിൽക്കണ, എന്റെ വീട് നിൽക്കുന്ന സ്ഥലം ഒരു വ്യാപാര സ്ഥലമായിരുന്നു. ഇതൊരു ഹോട്ടലായിരുന്നു. ഇവിടെയോ? അപ്പൊ അന്ന് അവിടെ ഇത്ര ടൗൺ അല്ല. അന്ന് ടൗണൊന്നും ഇല്ല അവിടെ. അവിടെയൊക്കെ തേമാരി 1-2 കടകളും കിട്ടുന്നില്ല. ഇതൊരു ഹോട്ടലായിരുന്നു. എന്റെ ചെറിയച്ഛൻ അച്ഛൻ്റെ ഹോട്ടലിന്റെ പേരെന്താ? പേരൊന്നും ഇല്ല. അന്നൊന്നും ഹോട്ടൽ പേര്. പക്ഷേ ഇവിടെ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള അതൊക്കെ ഉണ്ടാകും. ഓലമേഞ്ഞ ആണല്ലേ? ഓലമേഞ്ഞാണ്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്തൊക്കെ 90% വീടുകളും ഓലയാണ്. അതെ. പിന്നെ ഒരു 10% ഈ ഓടും. പിന്നെ വാർപ്പ് ഇല്ല എന്ന് തന്നെ പറയാം. എന്റെ ഓർമ്മയിൽ ആദ്യത്തെ വാർപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ ഇപ്പൊ ഈ വീടിന്റെ താഴെ ഒരു വീടുണ്ട്. 42 വർഷമായി ആണല്ലേ. അതാണ് ആദ്യത്തെ വാർപ്പ്. അത് കഴിഞ്ഞ് തച്ചമ്പാറയിലൊരു മോസിൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടാണ്, പുള്ളിയുടെ വീടാണ്. മറ്റേ ആദ്യമായിട്ട് TV വെക്കണ സമയം, അതേമാതിരി കളി കാണാനൊക്കെ അന്ന് ആൾക്കാരെ വിളിക്കാൻ വന്നിരുന്നു. പിന്നെ തച്ചമ്പാറ സംബന്ധിച്ചോളം പ്രധാനമായിട്ടും ഹോസ്പിറ്റലിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് കേരളത്തിലെ തന്നെ വേണമെങ്കിൽ പറയാം, ഒരുപാട് രോഗികൾ ആശ്രയം നടത്തിയിരുന്ന ഒരു ഹോസ്പിറ്റലാണ് തച്ചമ്പാറ. ആളുകളുടെ പ്രിയപ്പെട്ട വലിയ ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ പിന്നെ ചികിത്സയെ വിശ്വസിക്കാത്ത ഒരു ജനവും ഇവിടെ അടുത്തൊന്നും ഇല്ല. മഞ്ചേരി, പെരിന്തൽമണ്ണ ആ ഭാഗങ്ങളൊക്കെ ഒരുപാട്. പിന്നെ ഏത് ചികിത്സയും ഞാൻ അറിഞ്ഞത് പുള്ളി പെട്രോമാക്സ് വെച്ചിട്ടൊക്കെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അത് കറണ്ടിൻ്റെ കാര്യം കുറച്ച് കഷ്ടിയാണ്. വോൾട്ടേജ് ഉണ്ടാവില്ല. വോൾട്ടേജ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞത് അന്ന് വെച്ചാൽ എനിക്കും എൻ്റെ അച്ഛനൊരു ഹോട്ടലുണ്ടായിരുന്നു തച്ചമ്പാറ, നീലിമ ഹോട്ടൽ. നീലിമ ഹോട്ടലാന്ന് തോന്നുന്നു ഒരു ആദ്യകാലത്തെ ഹോട്ടല്. കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴും മാറാതെ നിൽക്കുന്ന ഹോട്ടലാണ് നീലിമ ഹോട്ടൽ. അത് എൻ്റെ അച്ഛനാണ് നടത്തിയത്. ഞാനും ഉണ്ടാവും. അത് ഞാൻ പഠിക്കുന്ന സമയമാണ്. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അന്ന് ഈ കുട്ടികളൊക്കെ ഇപ്പോഴും പറഞ്ഞു കേൾക്കാം, ഞങ്ങള് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ നീലിമ ഹോട്ടലിൽ വന്നിട്ട് അവിടുന്ന് ആ പൊറോട്ടയുടെ പിന്നെ കറിയുടെ ഒരു മണമുണ്ട് അല്ലേ? അതൊരു പ്രത്യേക ഇതായിരുന്നു.
ഒരുപാട് പേര് ഒരുപാട് വർഷം ഉണ്ടായിരുന്നത് 10-25 വർഷം. ഞാനൊക്കെ എൻ്റെ മാരേജ് കഴിയുന്നവർ അവിടെ തന്നെയാണ്, എല്ലാം അവിടെ തന്നെ. അത് ആ ജംഗ്ഷനിലല്ലായിരുന്നോ? ആ ജംഗ്ഷനിൽ ഇപ്പോൾ മറ്റേ മസ്ജിദിന്റെ കടയാണ്. അതൊന്നും ചെയ്തില്ല, ഇപ്പം അതേ തന്നെ, ഒരു മാറ്റവും വരുത്തിയില്ല. നമ്മൾ കൊടുത്താൽ അതേ മതി. 2009 നമ്മളത് കൊടുത്തത്. 1999 അത് സെയിൽ ചെയ്തു. അതുവരെ നമ്മുടെ കടയായിരുന്നു. അതായത് 2001 അച്ഛൻ മരിച്ചു, അതുവരെ നടന്നിരുന്നു. അച്ഛന്റെ പേര് കൃഷ്ണൻകുട്ടി നായർ. അച്ഛൻ്റെ ആയിട്ടാണോ അതോ അച്ഛൻ തന്നെ തുടങ്ങിയതാണോ? അച്ഛൻ തന്നെ തുടങ്ങിയാണ്. പിന്നെ അച്ഛൻ്റെ അനിയൻ ഇവിടെയായിരുന്നു. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തത് താഴെ ഇപ്പോൾ ഒരു പിന്നെ നമ്മുടെ മൊബൈൽ കടയിൽ ഇപ്പം അതിലൊരു ഹോട്ടലായി, വലിയ ഹോട്ടലായി. അതിൽ ഈ പറഞ്ഞ മാതിരി സീറ്റും കപ്പ് ഇതൊക്കെ നല്ല രീതിയിൽ നടന്നിരുന്നതാണ്. അന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അന്ന് ഇത് നിർത്തി ഈ പറഞ്ഞ സെറ്റിലേഴ്സൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് ഇവിടെ എത്തും തച്ചൻ. ഇവിടുന്ന് അവരുള്ള സാധനങ്ങളൊക്കെ ആക്കിയിട്ട് ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ കൊണ്ട് പാലക്കയത്തിൽ പോകും. നടന്നാണ് വണ്ടിയൊന്നുമില്ല. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് അവർ ഞങ്ങളുടെ ഹോട്ടലിനാണ്. കാരണം ഭക്ഷണം കഴിക്കണ്ടേ. അപ്പൊ ഇവിടെ എങ്ങനെയായിരുന്നു ഭക്ഷണം? എങ്ങനെയായിരുന്നു രാവിലെ? അതൊക്കെ ഓർമ്മയുണ്ട്. രാവിലെയൊക്കെ ദോശ ഇഡ്ഡലിയൊക്കെ തന്നെയായിരുന്നു. ഉച്ചക്ക് ചോറ്. അതിന് ശേഷം ഒരു കുറച്ച് വർഷത്തിന് ശേഷം അങ്ങനെ പൊറോട്ട കടന്നു വന്നു. അണ്ണാണിക്കാൻ താഴെ അണ്ണാണി ഹോട്ടലുണ്ടായിരുന്നു. അതേമാതിരി അവിടെ പൊറോട്ടയൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയ ചെറിയച്ഛൻ അവിടെ ഹോട്ടലുണ്ട്. അതിപ്പോൾ വളരെ അടുത്ത കാലത്താണ് കൂടിയത്. അതേതായിരുന്നു ഹോട്ടല്? ഈ പറഞ്ഞ മാതിരി മൊബൈൽ കടയില്ല, ഇപ്പൊ ഇങ്ങോട്ട് കയറുമ്പോൾ അത് വലിയ ഹോട്ടലായിരുന്നു. അപ്പം കളഞ്ഞതാണല്ലേ. മെയിനായിട്ട് 2-3 ഹോട്ടലുകളുണ്ടായിരുന്നു അല്ലേ? മെയിനായിട്ട് 2-3 ഹോട്ടലുകളുണ്ടായിരുന്നു. ഒന്ന് അണ്ണാണിക്കാൻ്റെ, പിന്നെ മോകൾ നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഒന്ന് നമ്മളെ, പിന്നെ ഒരു നായർനായിട്ട് ഒരു ഹോട്ടലുണ്ടായിരുന്നു. നമ്മുടെ മുക്കിലെ സരോജിനിയമ്മയുടെ അവരുടെ അച്ഛൻ ആണല്ലേ. പിന്നെ കാര്യമായിട്ട് ഹോട്ടലുകളൊന്നുമില്ല. പിന്നെ ഹോട്ടലില്ലാതെ പിന്നെ ബാക്കിയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പലർക്കാണുള്ള മത്തം കുഞ്ഞേട്ടൻ്റെ പലർക്ക് കട. പിന്നെ ആദ്യകാലത്തെ പിന്നെ താച്ചമ്പാറ താഴെ ചന്തയിലുള്ള ഒരു വലിയ പലർക്ക് കട ചേക്കു സാഹിബ് പലചരക്കടയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല പുള്ളിയെ, പക്ഷെ പുള്ളിയുടെ ജ്യേഷ്ഠനും അനിയന്മാരൊക്കെ ഇപ്പോഴും 1-2 കടയൊക്കെ ഉണ്ട് അവിടെ. AP അത് പലചരക്കട. അന്ന് APMS റബ്ബർ കട ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അന്നുണ്ട്. ഒരു മാറാത്തൊരു ആയിരിക്കും, മാറാത്തൊരു കട തന്നെയാവും. പിന്നെ അതിന്റെ ഉള്ളിലായിരുന്നു, അതിൽ കുറച്ച് പ്ലെയിൻ സ്ഥലമുണ്ട്, അവിടെ ആയിരുന്നു ചന്ത. ചന്തയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആള് വരും, സാധനങ്ങൾ വെറ്റില, അടയ്ക്ക, അങ്ങനെ. പാലക്കയത്ത് നിന്ന് കുറെ ആൾക്കാർ വരും. പാലക്കയം ഇവിടുന്ന് ഒരാഴ്ചത്തെ കംപ്ലീറ്റ് സാധനങ്ങൾ അവർ ഇവിടുന്ന് വാങ്ങിച്ച് പോയിട്ട് പിന്നെ പിറ്റേ ദിവസം അന്നൊക്കെ ഇതിന്റെ തുടക്കമാണ്.